ഹായ്, ഞാൻ നവാസ്. നമ്മളിന്ന് നോക്കുന്നത് നൊമാറ്റോ എഐൻ്റെ സോഫ്റ്റ്വെയറിലൂടെ എങ്ങനെയാണ് ഒരു ഓൺലൈൻ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നതെന്നാണ്. ഓക്കെ, അപ്പോൾ ഓൺലൈൻ കോഴ്സ് ലോഞ്ച് ചെയ്തുള്ള ബെനിഫിറ്റാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്താണ്? നമ്മൾ ഒരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്താൽ മതി. എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? സെയിം പ്രൊഡക്റ്റ് തന്നെ നമുക്ക് സെല് ചെയ്യാം. ഓക്കെ, ക്രിയേറ്റ് വൺസ് സെൽ മെനി ടൈംസ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും സെല് ചെയ്യാം. നമുക്കൊരു ലിമിറ്റേഷൻസ് ഒന്നുമില്ല. മീൻസ് കേരളത്തിലാണോ അതല്ല ഇന്ത്യയിലാണോ അതല്ല ഗ്ലോബലി ആണോ, എവിടെ വേണമെങ്കിലും നമുക്ക് സെല് ചെയ്യാം. 24/7 എന്ത് ചെയ്യും? നമുക്ക് നമ്മളെ കോഴ്സുകൾ നമുക്ക് സെല് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് വേറൊരു ബെനിഫിറ്റ് എന്താണ്? നമുക്ക് അറിയുന്ന ഒരു നോളേജ് നമ്മൾ ഷെയർ ചെയ്യണം അല്ലേ. നമുക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നോളേജ് നമുക്കുണ്ട്. ഒന്നുകിൽ ട്യൂഷൻ കൊടുക്കാനും നമുക്കറിയാം, അല്ലെങ്കിൽ ബിസിനസിനെ കുറിച്ച് നമുക്കറിയാം, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് അറിയാം, അല്ലെങ്കിൽ ഖുർആൻ കോഴ്സുകൾ, ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള നമ്മളെ നോളേജ് എന്താണ് നമ്മൾ ബാക്കിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? അവർക്കും അത് ബെനിഫിറ്റ് ആവും. പിന്നെ പ്രധാനപ്പെട്ട പാർട്ട് എന്താണ്? നമുക്കൊരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാണ്. നമുക്ക് വേറെ ജോലിയോ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് നമ്മൾ കോഴ്സുകൾ സെല് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ ഓഡിയൻസിനെ ഗ്രോ ചെയ്യുക. അതേപോലെ തന്നെ നമ്മളൊരു പേഴ്സണൽ ബ്രാൻഡിങ് കൂടിയാണ് എന്ത് നമ്മളെ കോഴ്സും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഇതിൽ എന്തൊക്കെ ഫീച്ചർ ഉണ്ട് നമുക്ക് കോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഞാനൊന്ന് നമ്മളെ കോഴ്സ് ഒന്ന് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഒരു കോഴ്സ് ലോഞ്ച് ചെയ്താൽ ഇതേ രീതിയിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കസ്റ്റമർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ലോഗിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കോഴ്സ് ഇവിടെ കാണും. കോഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെ സോഫ്റ്റ്വെയറിൻ്റെ പിന്നെ ട്യൂട്ടോറിയൽ വീഡിയോസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്താ ഒരു ഹെഡിങ് ഉണ്ടാവും. ആ ഹെഡിങ്ങിൻ്റെ ഉള്ളിൽ നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് എന്താ ലീഡ് ജനറേഷൻ ആണ്, ഷോപ്പ് ബിൽഡർ, അതുപോലെ തന്നെ ഫോം ബിൽഡർ, ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള കോഴ്സുകളും കാര്യങ്ങളും. അതുപോലെ തന്നെ ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്ക് ആസ് കംപ്ലീറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇതേ രീതിയിലാണ് നമ്മളൊരു കോഴ്സ് നമ്മളൊരു സ്റ്റുഡൻസിന് കൊടുത്താലുണ്ടാവുക. അപ്പോൾ നമ്മൾ നൊമാറ്റോയിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. നമുക്ക് പ്രധാനപ്പെട്ട എന്ത് ചെയ്യാം? നമുക്ക് നമ്മളെ ഓൺ ബ്രാൻഡിൽ ചെയ്യാം. നമ്മളെ ഡൊമൈനിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരുപാട് കോഴ്സുകൾ നമുക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. പക്ഷേ അതൊക്കെ എന്താണ്? അവരെ ബ്രാൻഡിലാണ് ചെയ്യാൻ വേണ്ടി പറ്റുക. നമുക്ക് ആരാണോ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അവരുടെ ബ്രാൻഡിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കോഴ്സിനുള്ള ആക്സസ് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ആരെങ്കിലും രജിസ്റ്ററോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് നമുക്ക് ഇതിൽ ആക്സസ് കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഒരു കോഴ്സല്ല, മൾട്ടിപ്പിൾ കോഴ്സുകൾ ആഡ് ചെയ്യുക. അതേപോലെ തന്നെ കോഴ്സിന്റെ ബണ്ടിലുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ മോഡലിൽ ചെയ്യാം. മീൻസ് മന്ത്ലി അല്ലെങ്കിൽ ഇയർലി ആ രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഓൺലൈനിൽ തന്നെ പേയ്മെന്റ് മേടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ലിമിറ്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എത്ര കോഴ്സുകൾ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ഈ കോഴ്സുകൾ ആഡ് ചെയ്യുന്നത് നമുക്ക് യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ ലൂമിൽ നിന്നോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വീഡിയോ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഓട്ടോമേഷൻ പാർട്ട് പറയുകയാണ്. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഒന്നുകിൽ രജിസ്റ്റർ ചെയ്തു, നമ്മൾ ഫോം രജിസ്റ്റർ ചെയ്തു, അല്ലെങ്കിൽ മറ്റേൽ അവർ നമ്മളെ പിന്നെ കോഴ്സ് കണ്ടു, അവർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഫസ്റ്റ് നമുക്ക് അവർക്ക് കൺഫർമേഷൻ ഇമെയിൽ, വാട്സപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു കൊടുക്കാം. അതേപോലെ തന്നെ അവരെ കോൺടാക്ട് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. അവർക്ക് സ്റ്റാഫിനെ അസൈൻ ചെയ്യാം. അവർക്ക് പേയ്മെൻറ്റ് ലിങ്ക് അയച്ചു കൊടുക്കാം. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കോഴ്സിൻ്റെ ആക്സസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഓൺലൈനായിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ്റെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതേ സ്റ്റുഡൻറ്റിന് നമുക്ക് എന്ത് ചെയ്യാം? റെഗുലറായിട്ട് അവർക്ക് ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള നമ്മുടെ സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് ഇത് മൊത്തത്തിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ അയച്ചുതരാം. താങ്ക് യു.